സാറേ ലൈവായേ? ഓക്കെ. നമസ്കാരം. ADSO സംഘടിപ്പിക്കുന്ന പാനൽ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് സമയത്ത് വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും നമ്മളെ ബാധിക്കുന്നതായ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഏവരും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ ബോധമുള്ള ഏവരും അംഗീകരിക്കുന്നതുമായ രാജ്യത്തെ കർഷകരുടെ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമരത്തിൽ നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും സമരം ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാനും ഉദ്ദേശത്തോടെയാണ് ADSO ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേരാണ്. ഒന്ന് നമുക്ക് ഏവർക്കും സുപരിചിതനായ ജോസഫ് സി മാത്യു സാറാണ്. നമുക്കറിയാം ചാനൽ ചർച്ചയിലും ലേഖനങ്ങളിലൂടെ എല്ലാം സാറിനെ എല്ലാവർക്കും പരിചയം കാണും. അതോടൊപ്പം തന്നെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന വ്യക്തി കൂടിയാണ് ജോസഫ് സി മാത്യു സാർ. അടുത്തായി പങ്കെടുക്കുന്നത് സഖാവ് ജെയ്സൺ ജോസഫ് ആണ്. അഖിലേന്ത്യാ തലത്തിൽ ഈ കർഷക സമരത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്ന കർഷക സംഘടന AIKKMSന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമാണ്. കർഷക സംഘടന AIKKMS അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി അംഗം കൂടെയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയാണ്. അപ്പം നമുക്കറിയാം രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം പിന്നിടുമ്പോഴും രാജ്യത്ത് കാർഷിക മേഖലയുടെ അല്ലെങ്കിൽ ഗ്രാമീണ ഇന്ത്യയുടെ അവസ്ഥ തികച്ചും ദുരിതമാണ്. കാരണം നമുക്കറിയാം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും അല്ലെങ്കിൽ മറ്റ് നിരവധി ഏജൻസികളുടെയും പഠന റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നമ്മുടെ 20 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് 4.25 ലക്ഷം കർഷകരാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ കടവും മദ്യപാനവും അതോടൊപ്പം തന്നെ കാർഷിക മേഖല വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ കാർഷിക നിയമ ഭേദഗതിയെ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും കൂടിയാണ് അഭിപ്രായം. അപ്പം ഈ സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ ADSOയുടെ പ്രവർത്തകർ ഈ സമരത്തിന് ഐക്യദാർഢ്യമായി അവിടെ എത്തുകയും അതോടൊപ്പം തന്നെ മുഴുവൻ സമയം അവരോടൊപ്പം തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ADSO അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് മൃദുൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് വരാം. ആദ്യം സാർ ജോസഫ് സി മാത്യൂസ് സാറിനോടാണ് ചോദ്യം. അതായത് നമ്മുടെ രാജ്യത്ത് ഈ ജൂൺ 5 നടപ്പിലാക്കിയ കാർഷിക നിയമ ഭേദഗതി അത് ഓർഡിനൻസ് ആയിട്ടാണ് വന്നത്. നമുക്കറിയാം മോഡി ഗവൺമെന്റ് നിലവിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം ബില്ലുകളെല്ലാം ഓർഡിനൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും കൂടുതൽ ഇന്ദിരാഗാന്ധിക്കായിരുന്നു റെക്കോർഡ്. അത് ഒന്നാം മോഡി ഗവൺമെന്റ് സമയത്ത് തന്നെ അത് തിരുത്തി കുറിച്ചു. അപ്പൊ അത് രാജ്യത്തെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കർഷകരെയോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോടോ ആലോചിക്കാതെ തന്നെ ആണ് ഇവരിത് കൊണ്ടുവന്നിട്ടുള്ളത്. ജൂൺ 5 ഓർഡിനൻസ് വന്നു. പിന്നീട് ഇത് പാർലമെന്റിൽ ശബ്ദ വോട്ടോടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാർഷിക നിയമ ഭേദഗതി എന്താണ്? അപ്പൊ ഇതുവഴി എന്താണ് മോഡി സർക്കാർ ഉദ്ദേശിക്കുന്നത്? അത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ സാർ? നിഖിൽ, ആദ്യം തന്നെ സമരം ചെയ്യുന്ന കർഷകരോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം അറിയിക്കാനാണ് ഈ പരിപാടി എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സമരമാണ്, കർഷകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമരമല്ല ഇതെന്നാണ് ഞാൻ കരുതുന്നത്. നിഖിൽ ചോദിച്ചത് വളരെ വിപുലമായ ഒരു ചോദ്യമാണ്. നമ്മൾ വളരെ പരിമിതമായ സമയമേ നമുക്കുള്ളൂ എന്ന് തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തു. ഒന്നാമത്, മോഡി സർക്കാർ ഓർഡിനൻസ് വഴി നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് നിഖിൽ ചോദിച്ചത്. പക്ഷെ മോഡി സർക്കാർ പാർലമെന്റ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പരിശോധിച്ചാൽ ഓർഡിനൻസിനും ബില്ലുകൾക്കും അത് ആക്റ്റായി മാറുന്നതിനും ഒന്നും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്ന് നമുക്കറിയാം. എല്ലാറ്റിലും നടക്കുന്നത് ഒരേ തരത്തിലുള്ള ചർച്ചകളാണ്. പാർലമെന്റിൽ ചർച്ചകളില്ല, മന്ത്രിസഭയിൽ ചർച്ചകളില്ല, എവിടെയോ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില തീരുമാനങ്ങൾ നടപ്പിലാക്കിയെടുക്കുകയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഓർഡിനൻസ് ആണോ
നിയമമാണോ എന്നുള്ളത് വളരെ സാങ്കേതികമാണെന്നാണ് എൻ്റെ വിചാരം. അത് പാർലമെന്റിൽ വരുമ്പോഴും സംസാരിക്കാറില്ല. ഈ അടുത്ത ദിവസം ഉള്ള ചർച്ചകളിൽ തന്നെ 10 MP-മാരിൽ കൂടുതലുള്ളവർ സംസാരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നിയമനിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 3 ഓർഡിനൻസുകൾ വഴിയാണ് പിന്നീട് ബില്ലുകൾ കൊണ്ടുവന്നതും 3 എണ്ണമാണ് പ്രധാനം. ഞാൻ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഫാമേഴ്സിൻ്റെ എംപവർമെൻറ്റിനും പ്രൈസ് അഷുറൻസിനും വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ചാണ്. ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഉണ്ട്, എസെൻഷ്യൽ കോമോഡിറ്റീസ് ആക്ടിലെ മോഡിഫിക്കേഷൻ ഉണ്ട്, എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു സർക്കാർ എന്നുള്ള നിലയിൽ കർഷകരെ ശാക്തീകരിക്കുന്നതിനും അവർക്ക് വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ സമീപകാലത്ത് നമുക്കറിയാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ഡെവലപ്മെൻ്റ് എന്നായിരിക്കും പേര്, പക്ഷെ നടപ്പിലാക്കുന്നത് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന പ്രവൃത്തികളായിരിക്കും. അത് ഒരു പദങ്ങൾ അങ്ങനെ റാഞ്ചി എടുക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വില സ്ഥിരത ഉറപ്പാക്കുന്ന നിയമത്തിൻ്റെ നിയമം വഴി ഉണ്ടായിരുന്ന മിനിമം സഹായ വില പോലും ഇല്ലാതാക്കുന്ന നടപടികളാണ് നമ്മൾ കാണുന്നത്. അത് ഈ പലപ്പോഴും ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കടന്നുകയറ്റത്തിൽ പലപ്പോഴും ഇങ്ങനത്തെ ഒരു സെൽഫ് ക്രിട്ടിക്കൽ എലമെന്റ് കാണും. ഇപ്പൊ കേരളത്തില് ആരോഗ്യരംഗത്ത് ഇവിടെ വലിയ വിവാദമായ ഒരുപാട് പദ്ധതികൾ ആരോഗ്യരംഗത്തേക്ക് മാറ്റങ്ങൾ വരുന്ന സമയത്ത് കേരള മോഡൽ എന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മൾ ജീവിച്ചിരുന്നാൽ പോരാ, നമ്മൾ ആരോഗ്യപരമായി ജീവിച്ചിരിക്കണ്ടേ എന്ന ചോദ്യം ചോദിക്കുക. വളരെ പുരോഗമനകരമായ ചോദ്യം. നമ്മളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ നിലവിലുള്ള പൊതു ആരോഗ്യ രംഗത്തെ തന്നെ തച്ചു തകർക്കുന്ന രീതിയിലുള്ള സ്വകാര്യവൽക്കരണ പരിഷ്കാരങ്ങളാണ് അതിൻ്റെ മറവിൽ കടന്നു വരുന്നതെന്ന് നമുക്കറിയാം. പല ചെറുത്തുനിൽപ്പുകൾ കൊണ്ട് അത് അല്പം അതിൻ്റെ വേഗത കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അത് വീണ്ടും വീണ്ടും വരുന്നു. അതല്ല നമ്മുടെ വിഷയം. അപ്പം ഞാൻ പറയാൻ വന്നത്, നിലവിലുള്ള APMC മാർക്കറ്റുകളുടെയും മണ്ഡി മാർക്കറ്റുകളുടെയും ഒക്കെ അപര്യാപ്തത, അവിടെ അതുണ്ടായിട്ടും കർഷകർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യം, അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ കൂടി തച്ചു തകർക്കുകയും പൂർണ്ണമായി കോർപ്പറേറ്റ് ഫാമിങ്ങിന് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, BJPയുടെയും മോഡി സർക്കാരിൻ്റെയും പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള പിന്മാറ്റം. 2014 അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് 50% MSP ഉൽപാദന ചെലവിന് മുകളിൽ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, പുതിയ ഭൂ നിയമങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് പോയിട്ട് അവർ ചെയ്യുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കൂട്ടുന്നു. പാൽപ്പൊടി ഡെൻമാർക്കിൽ നിന്നിപ്പോൾ 17,000 ടണ്ണോളം ഇറക്കുമതി ചെയ്യുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കോടതിയിൽ പറയുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് UPA സർക്കാർ കൊണ്ടുവന്നിരുന്ന നിയമങ്ങളിൽ ഉണ്ടായിരുന്ന കർഷകരുടെ കൺസെന്റ്, അവരുടെ അനുമതി വേണമെന്നും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്നൊക്കെയുള്ള ക്ലോസുകൾ എടുത്തു മാറ്റുന്നു. അപ്പോൾ നേരത്തെ ഉള്ളതിലും പിന്തിരിപ്പനായിട്ട് ഇവർ മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മോഡി സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഒരു കാര്യം മാത്രമല്ല. മോഡി സർക്കാർ ത്വരിതപ്പെടുത്തുന്നു, അതിൻ്റെ വേഗത കൂട്ടുന്നു. അവിടെയാണ് ശ്രീ സായിനാഥ് പറഞ്ഞതുപോലെ, വെൻ ഇറ്റ് കംസ് ടു ഫാമേഴ്സ്, BJP ഈസ് കോൺഗ്രസ് ഓൺ സ്റ്റിറോയിഡ്സ് എന്നാണത്. ഉത്തേജക മരുന്ന് അടിച്ച കോൺഗ്രസ് ആണ് BJP എന്നാണ് സായിനാഥ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സർക്കാർ ഇപ്പോൾ ആധാർ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആധാറിൻ്റെ ഒരു സർവൈലൻസ്, നമ്മളെ നിരീക്ഷണത്തിൽ വെക്കാൻ വേണ്ടിയുള്ള ഒരു ആസ്പെക്റ്റിനെ നമ്മൾ ഒരുപാട് എതിർക്കുന്നുണ്ട്. BJP അതിന് ഊന്നൽ കൊടുക്കും. പക്ഷെ കോൺഗ്രസ് കൊണ്ടുവന്ന ആധാർ എന്തായിരുന്നു? ക്യാഷ് ഫോർ സബ്സിഡി എന്ന് പറയുന്ന, സബ്സിഡിയായി നിങ്ങൾക്ക് കാശ് ബാങ്കിലിട്ട് തരാം എന്ന് പറയുന്ന പ്രക്രിയ ലോകമെമ്പാടും നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് സർക്കാരുകൾ പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ടാണ്. അത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് ഒരു പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി പ്രൊക്യൂർമെൻറ്റ്, FCI ഗോഡൗണുകൾ, റേഷൻ കടകൾ, ഇതെല്ലാം ഇല്ലാതാക്കിയ ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന സാധനം
10 രൂപയ്ക്ക് കിട്ടേണ്ട അരി നിങ്ങൾ ഏത് കടയിൽ നിന്ന് വേണേൽ വാങ്ങിക്കോളൂ, 9 രൂപ ഞങ്ങൾ ബാങ്കിലിട്ട് തരാം എന്ന് പറയുന്നത് സർക്കാരുകൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാണ്. അത് പൊതുവിതരണ സമ്പ്രദായം തകർക്കാൻ വേണ്ടിയാണ്. ഇത് ലോകത്തെമ്പാടും പരീക്ഷിച്ചിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. അപ്പൊ കോർപ്പറേറ്റ് ഫാമിങ്ങിന്റെ തുടക്കം UPA സർക്കാർ കൊണ്ടുവന്നതാണ്. അത് ആധാർ എന്നുള്ള പ്രക്രിയയിലൂടെ ത്വരിതപ്പെടുത്തിയതാണ്. കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള അവർ വിചാരിച്ചാൽ കോൺഗ്രസിൽ നയങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരിൽ ചിലർ തന്നെ ഇതിനെതിരായിരുന്നു എന്ന് വ്യക്തിപരമായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് പോലും തടുത്തു നിർത്താൻ കഴിയാത്ത രീതിയിൽ പിന്നിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തികൾ ഇത് കോർത്തിണക്കിക്കൊണ്ടേയിരുന്നു. BJP ഇത് സ്റ്റിറോയിഡുള്ള കോൺഗ്രസ് എന്നുള്ള രീതിയിൽ അവരിതിനെ ത്വരിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ നിയമങ്ങളുടെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ നിയമങ്ങളിൽ ഒരു നിയമത്തെക്കുറിച്ച് മാത്രം സമയക്കുറവ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും സുപ്രധാനമായി കാണുന്നത് കർഷകരെ ശാക്തീകരിക്കാനും വിലസ്ഥിരതയ്ക്ക് വേണ്ടിയും ഒരു സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ്. വിലസ്ഥിരതയിൽ വിലയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. വിലയെക്കുറിച്ചുള്ളത് ഒരു പ്രാർത്ഥന മാത്രമാണ്. അത് കോർപ്പറേറ്റുകൾ ഇവർക്ക് വിലസ്ഥിരത കൊടുത്തുകൊള്ളും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കപട പ്രാർത്ഥന അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇടനിലക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു നിയമനിർമ്മാണമാണ് അതിൽ നടത്തിയിട്ടുള്ളത്. അതിൽ ഫാമിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് നിർവചിച്ചിരിക്കുന്നത് തന്നെ കർഷകനും ഒരു സ്പോൺസറുമായി, അല്ലെങ്കിൽ ഒരു സ്പോൺസറും കർഷകനും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കരാറാണ് ഫാമിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിൽ സ്പോൺസർ ആരാണെന്ന് നിർവചിച്ചിട്ടുണ്ട്. സ്പോൺസർ എന്ന് പറയുന്നത് കർഷകനുമായി കരാറിൽ ഏർപ്പെടുന്ന ഏത് വ്യക്തിയും സ്പോൺസറാണ്. അപ്പോൾ അതായത് ഇതിന്റെ സോഴ്സിലേക്ക് ഇത് എവിടെ എത്തുന്നോ അവരുമായി നേരിട്ടുള്ള ഒരു കരാറാണ് വിഭാവനം ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. 2, എന്തിനു വേണ്ടിയാണ്? ഫാം സർവീസസ്, അതിനുവേണ്ടിയുള്ള എഗ്രിമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഫാം സർവീസസ്? നിർവചിച്ചിട്ടുണ്ട്. ഫാം സർവീസസ് എന്ന് പറയുന്നത് ഇതിന്റെ സീഡ്, വിത്തുകൾ, അതിൻ്റെ വളം, അതിൻ്റെ എല്ലാ പ്രക്രിയയും അത് ഫാം സർവീസസ് അവർ നൽകുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ അതിൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. സെക്ഷൻ 4 അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൃഷി ചെയ്യണം, കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ ധാരണയിലെത്തുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിത്തുകൾ ഉപയോഗിക്കണം. അപ്പോൾ കർഷകന്റെ തീരുമാനത്തിനനുസരിച്ച് വിത്തുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി കരാറിൽ ഏർപ്പെടുന്ന 2 പേരും കൂടെ അല്ലെ 3 പേരും കൂടെ ഉള്ള ധാരണയിലുള്ള വിത്തുകൾ ഉപയോഗിക്കണം. എങ്ങനെ കൃഷി ചെയ്യണം, ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതെങ്ങനെ അവർക്ക് വന്ന് മോണിറ്റർ ചെയ്യാൻ ക്ലോസ് 4.4 അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. 6.2 എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വാങ്ങി ഗേറ്റിൽ നിന്ന് സ്പോൺസർ ഉറപ്പുവരുത്തുന്ന സാധനം മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ഈ കരാറിൽ നിന്ന് ഏത് സമയത്തും 2 കക്ഷികൾക്കും പിന്നോട്ട് പോകാവുന്ന ഒരു ക്ലോസ് നമുക്കറിയാം. എല്ലാ കരാറിലും ഉള്ള ഒരു ക്ലോസ് ആണ് ഫോഴ്സ് മജർ എന്ന് പറയുന്നത്. ഹാൻഡ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പരിധിക്ക് പുറത്തു നിൽക്കുന്ന കാര്യം. അതിലെന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കീടം, മഴ, വെയില് എല്ലാം, അതായത് കർഷകന്റെ എല്ലാ റിസ്കിനെയും അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ നമുക്കിടയിൽ അതിനെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടാവുന്ന പോലും ഞാൻ വിചാരിക്കുന്നില്ല. കോർപ്പറേറ്റ് ഫാമിങ്ങിന് വേണ്ടി ഇടനിലക്കാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കരാറാണ് ഇതെന്ന് നമുക്ക് പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാവും. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം കൂടി സമയക്കുറവ് കൊണ്ട് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇത് കർഷകരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇത് നമ്മളുടെ എല്ലാവരുടെയും തീന്മേശയെ ബാധിക്കുന്ന, യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തെ മാറ്റിമറിക്കുന്ന വളരെ വിപുലമായ ഒരു നിയമനിർമ്മാണമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ സാർ. അടുത്തതായി സഖാവ് ജെയ്സൺ ജോസഫിനോടാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ GDP-യുടെ നിർണായകമായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് രാജ്യത്തെ കാർഷിക മേഖല എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 2008 ആഗോളതലത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴും ഇന്ത്യയെ കാര്യമായ രീതി ബാധിക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും കാർഷിക മേഖലയും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം ആ മേഖലയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഈ മോഡി ഗവൺമെന്റിന്റെ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ മേഖലകളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെ
ബഹിരാകാശം, ഓർഡിനൻസ് ഫാക്ടറികൾ, പെട്രോളിയം, ടെലികോം. അപ്പോൾ ഓരോരോ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ രാജ്യത്തിന് നിയന്ത്രണം ആവശ്യമുള്ള മേഖലകളെല്ലാം തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന സ്വകാര്യ കുത്തകളുടെ കടന്നുകയറ്റം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ ഉൾപ്പെടെ ബാധിക്കാൻ അല്ലെ അപകടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന ആത്മഹത്യയും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനെ പരിഹരിക്കാൻ ഇടവരുത്താതെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഭീകരമായ രീതിയിൽ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമുദായത്തെ ബാധിക്കുന്നുണ്ട്. ഓൾറെഡി തന്നെ നമ്മുടെ വെയർ ഹൗസുകൾ ഉൾപ്പെടെ FCI ഗോഡൌണുകൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ്. അപ്പൊ ഇതൊക്കെ പൂർണ്ണമായി സ്വകാര്യരിക്കുമ്പോൾ ഈ നയനടപടികൾ വരുമ്പോഴത്തേന് ഏകദേശം അത് പൂർണ്ണമാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയല്ല ജനങ്ങളെ എമ്പാടും എങ്ങനെയാണ് ബാധിക്കുന്നത്, അത് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ സർ ജെയ്സൺ ജോസഫ്? പ്രാരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വളരെ പ്രിയപ്പെട്ട ജോസഫ് സാർ, പ്രിയപ്പെട്ട നിഖിൽ സജി, ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നത്തെ സംബന്ധിച്ചൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയത്തിൽ 3 നിയമങ്ങൾ ഫാം ആക്ട്സ് കൊണ്ടുവന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തെ സംബന്ധിച്ച വളരെ പ്രസക്തമായ കാര്യങ്ങൾ ജോസഫ് സി മാത്യു സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ നിയമത്തിന്റെ വശങ്ങളിലേക്ക് കയറാൻ, പ്രത്യേകിച്ച് ഇതൊരു ഈ സ്വഭാവത്തിൽ നടക്കുന്ന ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട മോഡറേറ്റർ ഉന്നയിച്ച പോലെ എന്റെ മനസ്സിലാക്കല് ഈ നിയമങ്ങൾ 3 നിശ്ചയമായിട്ടും നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇത് പരസ്പരം ബന്ധപ്പെട്ട നിയമം തന്നെ. അത് ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി നമുക്ക് ഈ നിയമങ്ങളെ ഒരിക്കലും പരിശോധിക്കാനാവില്ല. കാരണം ഈ നിയമത്തെ സംബന്ധിച്ച് BJPയും അവരെ പിന്താങ്ങുന്ന ശക്തികളും എന്തൊക്കെ തന്നെ പ്രചരിപ്പിച്ചാലും ശരി, നമുക്കറിയാം നിയമത്തിന്റെ ചില ചെറിയ നൂലിഴ കീറിയുള്ള പരിശോധനയിൽ അവരെന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ അവതരിപ്പിച്ച് അവരുടെ ഭാഗം സേഫ് ആക്കാനായിട്ട് ശ്രമിച്ചേക്കാം. പക്ഷേ ഇപ്പോ ജോസഫ് സി മാത്യു സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് തുടക്കം കുറിക്കുകയും BJP അതിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷന്റെ ഘട്ടത്തിലേക്ക്, നെക്സ്റ്റ് ഫേസിലേക്ക് ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നയസമീപനങ്ങളാണ് എല്ലാ രംഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടർത്തി മാറ്റാനാവില്ലെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഇപ്പൊ നിഖിൽ സജി സൂചിപ്പിച്ചതുപോലെ ഈ ബില്ല് വന്നത് നിർമ്മല സീതാരാമൻ കോവിഡ് പാക്കേജിന്റെ ഭാഗമായി ആത്മനിർഭർ പദ്ധതി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി രാജ്യം സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടി അതിനെ പര്യാപ്തമാക്കുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. അതേ ആത്മനിർഭർ പദ്ധതിയിൽ പെടുത്തിയിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് ഒത്തുപോകുന്ന ഒന്നാണ് ഇത്. നമുക്കറിയാം, ഇപ്പൊ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചു, പ്രതിരോധ വ്യവസായ രംഗത്തേക്ക് 74% വിദേശ നിക്ഷേപം അനുവദിക്കുക, കൽക്കരി ഖനികൾ, കൊമേഴ്സ്യൽ മൈനിങ്, വരുമാനം പങ്കിടൽ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കൊമേഴ്സ്യൽ മൈനിങ് അനുവദിക്കുക, നമ്മുടെ എയർ സ്പേസസ് നൽകുന്നതിനുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളയുക, എന്തിന് ആണവോർജത്തിന്റെ ഗവേഷണ രംഗത്ത് വരെ സ്വകാര്യ ശക്തികളെ അനുവദിക്കുക. ആ സ്വഭാവത്തിലുള്ള വളരെ ഗുരുതരങ്ങളായിട്ടുള്ള സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ പദ്ധതിയാണ് ആത്മനിർഭർ പദ്ധതി ഭാഗമായിട്ട് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. അതേ പദ്ധതികളുടെ ജനുസിൽപ്പെടുന്നതാണ് ഈ 3 നിയമങ്ങൾ. അവയുടെ പരസ്പര ബന്ധം അത് ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കത് വളരെ നന്നായി അറിയും. സാർ അതിവിടെ നന്നായി അത് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട്
ഈ നിയമം കർഷകരെ സഹായിക്കുവോ അല്ലെങ്കിൽ അത് കർഷകരെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്നൊക്കെ BJP-ക്കാര് വിശദീകരിക്കുമ്പോൾ അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇതര നയങ്ങളുടെ അതേ സ്വഭാവത്തിൽ ഭരണകൂടം ഒന്നാകെ കോർപ്പറേറ്റുകളുടെ ദാസ്യത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ നിയമത്തെ എങ്ങനെയാണ് മാറ്റി നിർത്താൻ കഴിയുക, എങ്ങനെയാണ് അവരത് അവതരിപ്പിക്കുക? അങ്ങനെ ആവുകയെ സാധ്യമല്ല. നാം അതാണ് കാണുന്നത്. അപ്പോ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. സാർ സൂചിപ്പിച്ച കോൺട്രാക്ട് ഫാമിംഗ് വലിയ അപകടം ആണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ കൃഷി എങ്ങനെ ആകണം, നമ്മുടെ രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തായിരിക്കണം, അത് വിപണിയുടെ അതാത് സമയത്തെ താല്പര്യങ്ങൾ ഡിമാൻഡ് വെച്ചുകൊണ്ട് മാത്രം അത് ഉൽപാദനത്തിന് കർഷകരെ പ്രേരിപ്പിക്കുന്ന മൂലധനം നൽകുന്നവരെന്ന നിലയിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രശ്നമാണല്ലോ BJP ഉയർത്തുന്നത്. എവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല കാർഷിക രംഗത്തേക്ക്. ആ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വരുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യാർത്ഥം കൃഷി മേഖലയെ മുഴുവൻ മാറ്റി എഴുതുമ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക? ആർക്കാണത് മനസ്സിലാക്കാൻ ആവാത്തത്? ഇവിടെ പരസ്പര ബന്ധം നോക്കിയാൽ നമുക്കത് കാണാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് കൃഷി ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഒപ്പം ആ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ ആ വിപണി എല്ലാ തരത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമായ ഒരു വിപണി വേണം. അവിടെ താങ്ങുവില ഉണ്ടാകാൻ പാടില്ല, അവിടെ സർക്കാർ സംഭരണം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ താങ്ങുവിലയിൽ നിന്നും സർക്കാർ സംഭരണത്തിൽ നിന്നും മുക്തമായ ഒരു കാർഷിക വിപണി ഉണ്ടാക്കിയെടുക്കാനുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് ഈ മണ്ഡി ബൈപ്പാസ് ആക്ട് എന്ന് പറഞ്ഞ ആദ്യം എന്ന നിലയിൽ പരാമർശിക്കുന്ന നിയമത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവര് BJP രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് കർഷകർക്ക് എവിടെയും കൊണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്നാണ്. ഇത് കർഷകരോടുള്ള ക്രൂരമായ പരിഹാസമാണ്. രാജ്യത്തെ കർഷകരിൽ 86% 4 ഏക്കറിലോ 5 ഏക്കറിലോ താഴെയുള്ളവരാണ്. ആ കർഷകർക്ക് ഏറ്റവും നല്ല വില കിട്ടുന്ന സ്ഥലത്ത് കൊണ്ട് ഇത് വിൽക്കാമെന്ന് പറയുന്നത് ഏത് കർഷകനാണ് സാധ്യമാവുക? ഒരു കൃഷി കഴിഞ്ഞാൽ, അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ആ വിളവെടുപ്പിലൂടെ കിട്ടുന്ന ഉൽപ്പന്നം വിറ്റഴിച്ച് ആ കൃഷിക്കെടുത്ത വായ്പ വീട്ടുന്നതിന് വേണ്ടി, ആ അടുത്ത കൃഷിയുടെ ഇൻപുട്സ് കണ്ടെത്തുന്നതിന് വേണ്ടി എത്രയും വേഗം വിറ്റഴിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കർഷകൻ, അങ്ങനെയാണ് കർഷകന്റെ ജീവിതം ചിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആകാനേ തരമുള്ളൂ. യഥാർത്ഥത്തിൽ ആ കർഷകൻ ഏറ്റവും നല്ല വില കിട്ടുന്ന വിപണിയിൽ ഇത് എത്തിച്ചു കൊടുത്ത് വിൽക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നത് എത്തൊരു പരിഹാസമാണ്. ഈ രാജ്യത്തെ കർഷകരുടെ ദുർവിധിയെ കുറിച്ച് ഇതിന്റെ ആവിഷ്കർത്താക്കൾക്ക് അറിഞ്ഞുകൂടാത്തതല്ലോ. എങ്ങനെയാണ് കഴിയുക? നാസിക്കിലെ ഉള്ളി കർഷകൻ അത് ശേഖരിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുമോ? കാശ്മീരിലെ ആപ്പിൾ കർഷകൻ കേരളത്തിൽ കൊണ്ട് വിൽക്കുമോ? അവന് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടോ? ഇത് എത്തിക്കാൻ കഴിയുമോ? ഈ ചെറുകിട കർഷകന് അവന് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ഇവരിങ്ങനെ ഇത്തരം ഒരു വിശദീകരണം നടത്തുന്നതിലൂടെ വ്യക്തമാകുന്നത്? ഇത് പച്ച നുണയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുവന്ന മുഴുവൻ നയങ്ങളും എന്നതുപോലെ തന്നെ ഈ നയങ്ങളും പറയുന്നതിന് നേർവിപരീതമായ ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം, APMC സാർ സൂചിപ്പിച്ചതുപോലെ പരാധീനതകൾ ഉണ്ടായിരുന്നു APMCക്ക്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ പരാധീനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലേറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റൊരു സംവിധാനമാണ് അവരുണ്ടാക്കാൻ പോകുന്നത്. അവര് എവിടെയാണ് സർക്കാർ സംഭരണത്തെ കുറിച്ച് പറയുന്നത്? കാർഷിക വിപണി പരിപൂർണമായും കോർപ്പറേറ്റുകളുടെ പരിധിയിലേക്ക് വരത്തക്ക വിധത്തിൽ എല്ലാ തരത്തിലുള്ള സർക്കാർ നിയന്ത്രണം എടുത്തു കളയണം. അതാണ് അവർ ലക്ഷ്യമിടുന്നത്. സർക്കാർ സംഭരണം നമുക്കറിയാം, റീറ്റെയിൽ, ഈ ഓർഗനൈസ്ഡ് റീറ്റെയിൽ ചെയിൻ അത് ഇന്നും ചെറുകിട വ്യാപാര രംഗത്ത് പിടിമുറുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 18% വന്നിട്ടുള്ളൂ. ഏറ്റവും പുതിയ കണക്കുകൾ തെളിയിക്കുന്നത്. അവരതിനുവേണ്ടി പരിശ്രമിക്കുന്നു എല്ലാ മാർഗങ്ങളിലൂടെയും. ചെറുകിട വ്യാപാര രംഗത്തേക്ക് വിദേശ നിക്ഷേപം കൊണ്ടിരുന്നു, നികുതി ഘടന മാറ്റുന്നു, വാറ്റ് കൊണ്ടിരുന്നു, നമ്മള് ഏറ്റവും ഒടുവിൽ GST കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നികുതി അടച്ചാൽ രാജ്യം മുഴുവൻ വിറ്റഴിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. അങ്ങനെ മുഴുവൻ പൊളിച്ചെഴുത്തുകളും റീറ്റെയിൽ ട്രേഡ് രംഗത്തേക്ക് കുത്തകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അവിടെ രംഗപ്രവേശം ചെയ്തിരിക്കുന്ന കുത്തകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിപണിയുടെ രംഗത്ത് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം താങ്ങുവിലയും സർക്കാർ സംഭരണവുമാണ്. അത് എടുത്തു കളയുന്നത് വഴി മാത്രമേ
ഭക്ഷ്യോൽപ്പന്നങ്ങൾ കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിലേക്ക് വരും. അതിനായിട്ടാണ് ഈ കോർപ്പറേറ്റ് ഫാമിംഗ്, അതിനാണ് ഈ കോൺട്രാക്ട് ഫാമിംഗ്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞ ഈ മണ്ഡി ബൈപ്പാസ് ആക്ട്, APMCകൾ ഒഴിവാക്കിക്കൊണ്ട്, മണ്ഡികളെ, ഗ്രാമീണ ചന്തകളെ ഒഴിവാക്കിക്കൊണ്ട് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്രാമീണ ചന്ത പോകുന്നതിന്റെ സ്ഥാനത്ത് ആരാണ് വരുന്നത്? സാറ് തന്നെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഈ ഇടനിലക്കാരെ ഒഴിവാക്കുമെന്ന് പറയുന്ന ഈ നിയമത്തിൽ എത്രയോ സ്ഥലത്താണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ട് തേർഡ് പാർട്ടി. ആരാണ് ഈ തേർഡ് പാർട്ടി? ഇടനിലക്കാരനല്ലാതെ. അതിനകത്ത് തന്നെ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് ക്വാളിറ്റി അസയർ, അതൊരു ഇടനിലക്കാരനല്ലേ? ഫാം സർവീസ് പ്രൊവൈഡർ മറ്റൊരു ഇടനിലക്കാരനല്ലേ? ആ നിയമം മുഴുവൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇത്തരത്തിൽ ഇടനിലക്കാരെ സാർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ നിയമപരമായി ഉറപ്പിക്കുന്ന, സ്ഥിരീകരിക്കുന്ന ഒരു നിയമമായിട്ടാണ് അത് മാറുന്നത്. മണ്ടികൾ ഇല്ലാതാക്കുന്നത് വഴി ഗ്രാമീണ ചന്തകൾ അവിടെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും താങ്ങുവിലക്ക് താഴോട്ട് പോവില്ലായിരുന്നു. താങ്ങുവില അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ലേലം വിളി ആരംഭിക്കുക. നമുക്കറിയാം, അവിടെ വാങ്ങാൻ വരുന്ന വ്യാപാരികൾക്കിടയിൽ ഒരു സംഘമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ താങ്ങുവിലയ്ക്ക് മുകളിലോട്ട് വില കൊണ്ടുപോകാതിരിക്കാൻ APMCകളിൽ അവർ ഒരു സംഘമായി പ്രവർത്തിച്ചിട്ടുണ്ട്, തർക്കമില്ല. അപ്പോഴും ഓർക്കുക, എത്ര ഉൽപ്പന്നങ്ങൾക്കാണ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ളത്? 23 or 24 ഉൽപ്പന്നങ്ങൾക്ക് മാത്രം. ബാക്കി ബഹുഭൂരിപക്ഷം സാധനങ്ങൾക്കും താങ്ങുവില പ്രഖ്യാപിച്ചിട്ടില്ല. ആ പരിമിതമായ താങ്ങുവില ഉറപ്പാക്കിയെടുക്കുന്നതിനകത്ത് APMCക്കകത്ത് നിലനിൽക്കുന്ന പരാധീനതകളെ സംബന്ധിച്ച് കർഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പകരം APMCകളെ ഇല്ലാതാക്കുന്ന, താങ്ങുവില ഇല്ലാതാക്കുന്ന ഒരു സംരംഭം, ഒരു നിയമമാണ് വാസ്തവത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർ എവിടെയാണ്, ഞാനിത് നിയമത്തിൽ ഒരു പ്രസക്ത ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണ് ഇവർ താങ്ങുവിലയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെ കർഷകർക്ക് എവിടെയാണ് വില ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്? സാറ് സൂചിപ്പിച്ച കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 5 പറയുന്നത്, ടു എൻഷുർ ദ ബെസ്റ്റ് വാല്യൂ ടു ദി ഫാമർ, such price may be linked to the prevailing prices in specified APMC yard or electronic trading and transaction platform or any other suitable benchmark prices. ഇതിൽ എവിടെയാണ് MSP യെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് സർക്കാർ സംഭരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? കർഷകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അപ്പോൾ വലിയ അപകടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ സൃഷ്ടിച്ചു വരുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ വരുതിയിലാക്കുവാൻ, അതിന് തടസ്സം നിൽക്കുന്ന, വിഘ്നം നിൽക്കുന്നതായ മുഴുവൻ ഘടകങ്ങളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം അത് സംഭരിക്കുന്നതിലും നിയന്ത്രണമില്ലാതെ സൂക്ഷിച്ചു വെക്കുന്നതിലും, ക്ഷാമത്തിന്റെ സമയത്ത് വളരെ ഉയർന്ന വിലയ്ക്ക് നാട്ടുകാർക്ക് അത് വിറ്റഴിക്കുന്നതിനും വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തത്. അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ നിയമത്തിന്റെ ഒരു വശം അതാണ് ഭക്ഷ്യവസ്തുക്കൾ. നമുക്കറിയാം, ഭക്ഷ്യ എണ്ണ, എഡിബിൾ ഓയിൽ, എണ്ണക്കുരു, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, സബോള, കിഴങ്ങ് മുതലായവയെല്ലാം എസൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന നിലയിലുള്ളതിൽ നിന്ന്, ആ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റി. എന്ന് പറഞ്ഞാൽ ഇനിയും ആർക്കും എത്ര വേണമെങ്കിലും അത് ശേഖരിക്കാം, സൂക്ഷിച്ചു വെക്കാം, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. പ്രൈസ് റെഗുലേഷനെ കുറിച്ച് ഗവൺമെന്റിന്റെ യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി സാഹചര്യത്തിൽ ഇടപെടും എന്നാണ് പറഞ്ഞത്. എന്താണ് എക്സ്ട്രാ ഓർഡിനറി സാഹചര്യം? പെരിഷബിൾ ആയിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വില 50% വർദ്ധിക്കുമ്പോൾ, അല്ലാത്ത കാർഷികോൽപ്പന്നങ്ങളുടെ വില 100% വർദ്ധിക്കുമ്പോൾ, അത് വർഷത്തിന്റെ കണക്കെടുത്തിട്ടാണ് പറഞ്ഞത്. അങ്ങനെ വർദ്ധിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി സാഹചര്യങ്ങളിൽ അവർ ഇടപെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വില നിയന്ത്രണത്തിന്റെ രംഗത്തുള്ള സർക്കാരിന്റെ സാന്നിധ്യമേ ഉണ്ടാവില്ല. യഥേഷ്ടം വിറ്റഴിക്കുവാൻ, കർഷകർക്ക് വളരെ തുച്ഛമായ വില നൽകി സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം വിറ്റഴിക്കുവാൻ കുത്തകകളെ, കോർപ്പറേറ്റുകളെ അനുവദിക്കുന്ന സ്ഥിതിയിലേക്ക് വരും. അവിടെയാണ് ജോസഫ് സി മാത്യു സാറ് പറഞ്ഞ പ്രശ്നം. ജനങ്ങളുടെ ഭക്ഷ്യവസ്തുക്കൾ, ജനങ്ങളുടെ അന്നം, അത് കോർപ്പറേറ്റുകളുടെ വരുതിയിൽ വരുന്ന, കോർപ്പറേറ്റുകളുടെ പിടിയിൽ വരുന്ന തരത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ഇത് കർഷകരുടെ മാത്രം സമരമല്ല, ഇത് സാധാരണ കർഷകന്റെ മാത്രം സമരമല്ല, മറിച്ച് മുഴുവൻ ജനങ്ങളുടെയും, രാജ്യത്തെ 130 കോടി ജനങ്ങളുടെയും സമരമാണ്. അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ് ഇതിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ സാഹചര്യം, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ സൂചിപ്പിച്ചത് MSCയും സർക്കാർ സംഭരണവും സർക്കാർ നിയന്ത്രണവും ഇല്ലാത്ത ഒരു ഭക്ഷ്യ വിപണി, സമ്പൂർണമായും കോർപ്പറേറ്റുകളുടെ പിടിയിലേക്ക് വന്നിട്ടുള്ള ഒരു ഭക്ഷ്യ വിപണി ആണ് ലക്ഷ്യമിടുന്നത്
അതിനുവേണ്ടി മാത്രമാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി BJP നടത്തുന്ന മുഴുവൻ പ്രചാരവേലയും മറ്റെല്ലാത്തിനും എന്നതുപോലെ നമ്മളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡീസലിന്റെ പ്രൈസ് റെഗുലേഷൻ എടുത്തു കളഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് ഈ സർക്കാർ? അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമ്പോൾ ഇവിടെ കൂടും, കുറയുമ്പോൾ ഇവിടെ കുറയും. കുറഞ്ഞപ്പോൾ എവിടാ കുറഞ്ഞത്? ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 6-7 വർഷം ആകുമ്പോൾ ഈ കഴിഞ്ഞ 7 വർഷത്തെ കണക്ക് നോക്കിയാൽ ഇന്ധന വില സാർവദേശീയ വിപണിയിൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നതാണ്. ചെറിയ ഏറ്റക്കുറിച്ചിൽ ഇടയ്ക്കുണ്ടായാലും അതിന്റെ പൊതുവായ ഒരു ശരാശരി നിലവാരം നോക്കിയാൽ 40% വിലയുള്ളൂ UPയുടെ കാലത്തേക്കാൾ അന്തർദേശീയ വിപണിയിൽ. എന്നിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാചകവാതകത്തിന് ഏർപ്പെടുത്തിയിരുന്ന സബ്സിഡി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. 7-8 മാസമായി ജനങ്ങളുടെ ബാങ്കിൽ 1 രൂപ പോലും സബ്സിഡി വരുന്നില്ല. അത് സൂചിപ്പിക്കുകയാണ് ജോസഫ് സി മാത്യു സാർ ആധാർ കൊണ്ടുവന്നുകൊണ്ട് ഈ ക്യാഷ് ഡയറക്ട് സ്കീം കൊണ്ടുവന്നത്. അതിലൂടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് സബ്സിഡി ഇല്ലാതായിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറഞ്ഞതിന് നേർവിപരീതമായ അനുഭവമാണ് എല്ലാ കാര്യത്തിലും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നടത്തുന്ന വിശദീകരണത്തിനകത്ത് ഒരർത്ഥവുമില്ല. ഇത് വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. ഈ പറയുന്ന നുണകൾ ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും. അതിന്റെ സൂചനകളാണ് വാസ്തവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ. സജി, ജേസൺ സാറേ കേൾക്കാമോ? ഹലോ, എനിക്ക് കേൾക്കാം. ഓക്കെ. ജെയ്സൺ, ജോസഫ് സാർ ഇടയ്ക്ക് കട്ടായി പോയി. ഞാൻ സാറിനെ ആഡ് ചെയ്യാം. ജോസഫ് സാർ കേൾക്കാം? ഓക്കെ. സാർ, ഈ ബില്ലിനെ സംബന്ധിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ പരത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാരും അവരെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ സംഘടനകൾ വഴി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്ന ഈ സംവിധാനത്തില് പല കണക്കുകൾ പ്രകാരം കർഷകന് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം വിൽക്കുമ്പോൾ പക്ഷെ 35% മാത്രമേ ലഭിക്കുന്നുള്ളൂ. ബാക്കി 65% പോകുന്നത് പലിശക്കാർക്കും അല്ലെ ഇടനിലക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ കമ്മീഷനും ലാഭവും പിന്നെ സർക്കാരിന്റെ ടാക്സും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ, ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ കർഷകരുടെ കയ്യിലേക്ക് വരും. കർഷകർക്ക് ബാർഗെയിനിങ് പവർ കിട്ടും. അതെ, കോപ്പറേറ്റീവുകളുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്നാണ്. അതോടൊപ്പം തന്നെ MSP യെ സംബന്ധിച്ച് അവര് വാക്ക് തരുന്നുണ്ട്. എത്രത്തോളം MSP പറയുന്നു, MSP-യെക്കാളും മുമ്പ് സൂചിപ്പിച്ചു, MSP ബീഹാറിലും UP-യിലും ഒക്കെ MSP-യെക്കാളും കുറഞ്ഞ വിലയിലാണ് ഉൽപ്പന്നം വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട അവര് ഉൽപ്പാദിപ്പിച്ച അരിയൊക്കെ ആയിട്ട് അവർ പഞ്ചാബിൽ പോയി വിൽക്കേണ്ട അവസ്ഥ വരുന്നത് UP-യിലും ബീഹാറിലും ഉള്ള കർഷകർക്ക്. അപ്പൊ ഈ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിരവധി പ്രചാരണങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ ഒന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് ഉള്ളത്. ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് അവർക്ക് ഒരു താങ്ങുവില എന്ന് പറയുന്ന പോലെ അവരെ നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു നിർവചനം തന്നെ. പക്ഷെ പലപ്പോഴും നേരത്തെ ഇവിടെ ജെയ്സൺ സാഹു ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വില തന്നെ പലയിടത്തും കിട്ടുന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ 86% കർഷകര് വളരെ ചെറുകിട കർഷകരായിരിക്കുന്ന ഒരു സ്ഥലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ 10, 40, 50 കിലോമീറ്റർ താണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും പിറ്റേ ദിവസത്തേക്ക് അവരുടെ കൃഷിസ്ഥലങ്ങളിലെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും എല്ലാം കൂടെ ചെയ്യാൻ അവർ അശക്തരാണ്. അപ്പോൾ അവർക്ക് അവരുടെ അയൽപക്കത്ത് തന്നെ അത്തരത്തിലൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനായി നമ്മളുടെ സൊസൈറ്റി, ഗവൺമെന്റുകൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ ഈ മണ്ഡി മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഏറിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിയമം നടപ്പിലാക്കിയിടത്ത് തന്നെ 50,000, 60,000 മണ്ഡി മാർക്കറ്റുകൾ വേണ്ടിടത്ത് 7,000 മണ്ഡി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അതിന്റെ ഒരു ദൂരം ഓരോ ദിവസവും താണ്ടേണ്ടതിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് പ്രായോഗികമായി ഇതിനെ പരാജയപ്പെടുത്തിയത് സർക്കാരുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ അനാസ്ഥയാണ്. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടതിന്റെ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആരോഗ്യരംഗത്ത് എങ്ങനെയാണ് ഇതിന്റെ പോരായ്മ. 80 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ മതിയോ, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് ഇത് തകർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ 1-2 എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ പറയാം. ഒന്ന്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏഷ്യൻ ബ്രെഡിന്റെ ഒരു ഫാക്ടറി NH കൂടെ പോകുന്ന പലരും കണ്ടിട്ടുണ്ട്. അവിടെ പല ഉൽപ്പന്നങ്ങൾ, ഒരു പാക്കറ്റ് മിക്സ്ചർ
അവിടെ കാണുകയാണ്. അപ്പൊ അത് കഴക്കൂട്ടത്ത് നിന്ന് വാങ്ങുമ്പോൾ അതിന്റെ പ്രൈസ് അതിന്റെ അന്നത്തെ വില ഏതാണ്ട് 24 രൂപയോ മറ്റോ, അവർ 22 രൂപയ്ക്കോ മറ്റോ തരും. പക്ഷെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയാൽ ഇത് 24 രൂപയ്ക്കേ വിൽക്കാൻ നോക്കും. അപ്പൊ MRP ആണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. ഇത് ഹിമാലയത്തിൽ കൊണ്ടുവന്ന് വിറ്റാൽ എത്ര രൂപ വാങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ വില അവിടെ അടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ കടക്കാരെല്ലാം ആ വിലയ്ക്കാണ് വിൽക്കുക. ചിലർ ഈ മാർജിൻ ഫ്രീ എന്നൊക്കെ അവകാശപ്പെടുന്നവരാണ് ഈ 1 രൂപ 1.5 രൂപ കുറച്ച് കൊടുക്കുന്നത്. അപ്പൊ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ എന്തുകൊണ്ടാണ് ഈ വിലയ്ക്ക് വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മറ്റ് ചെറുകിട അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകൾ അവരിത് വില കുറച്ച് ഫാക്ടറി ഔട്ട്ലെറ്റിൽ വിറ്റാൽ അവർ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് MRPക്ക് വിൽക്കാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതിന്റെ വില എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതേ വിപണിയിൽ നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് നിങ്ങളൊരു ചേമ്പോ അച്ചിലോ അങ്ങനെ ഏതെങ്കിലും ഒരു കാർഷിക ഉൽപ്പന്നം വാങ്ങി നോക്കൂ, ഇതിനുള്ളത് മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. അത് തന്നെ കർഷകന് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അത് പെറിഷബിൾ എന്നാണ് അതിനെ പറയുന്നത്. അത് വിറ്റഴിച്ചേ മതിയാവൂ കർഷകന്. ഒന്ന്, അവന് സമയമില്ല, അവന് നാളത്തെ കാച്ചിൽ ഉൽപ്പാദിപ്പിക്കാൻ പോകണം. 2, ഇത് വെച്ചാൽ ചീഞ്ഞു പോകും. അപ്പൊ ഇവിടെ ആരാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച സ്റ്റോറേജിന്റെ ഉത്തരവാദിത്വം, ഇത് എടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം, ഇത് ആരാണ് ഏറ്റെടുക്കുന്നത്? ഇതൊക്കെ ഈ മണ്ഡി മാർക്കറ്റുകളുടെ പ്രശ്നമാണോ? കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടില്ലല്ലോ. കുട്ടനാട് പോലെ വളരെ വ്യാപകമായി ഒന്നിച്ച് കൃഷി ചെയ്യുന്ന നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടു സർക്കാരുകൾ ഇടപെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ചൂഷണങ്ങൾക്ക് വിധേയമാകുക എന്നുള്ളത് നമ്മൾ കണ്ടു. എപ്പോഴാണ് സർക്കാർ ഇടപെടുക എന്നുള്ളത് നമ്മൾ കണ്ടു, അത് വേറെ കാര്യം. പക്ഷെ പൊതുസമൂഹത്തിന് അവിടെ ഒരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ ഇതിന്റെ ഈ നിയമത്തിന്റെ തന്നെ കൃത്യമായി വന്നാൽ ഈ കോർപ്പറേറ്റ് ഫാമിങ്ങിനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണെന്നുള്ളത് ഇപ്പൊ ഗവൺമെന്റിന്റെ വക്താക്കളും നിഷേധിക്കുന്നില്ല. അവരാകപ്പാടെ പറയുന്നത് നേരത്തെ നിഖിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉയർന്ന വില കിട്ടും, ഇപ്പോൾ വില കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. എങ്ങനെ കിട്ടും? അത് കോമ്പറ്റീഷനിലൂടെ കിട്ടും എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഫാമിംഗ് നടന്ന ഇതര രാജ്യങ്ങളുടെ സ്ഥിതി നമ്മൾ പഠിക്കണ്ടേ. അതായത് ഒരു ചൊല്ലുണ്ട്, ഒരു ഇംഗ്ലീഷിൽ there is a saying, learn from somebody else's mistake. You cannot make all the mistakes in the world yours. From it. മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന് കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മള് കോർപ്പറേറ്റ് ഫാമിംഗ് നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഊബർ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഊബർ ടാക്സി വിളിക്കുന്നുണ്ട്. ഊബർ ടാക്സി വിളിക്കുമ്പോൾ നമ്മൾ ടാക്സി ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ഒരു ഊബർ ടാക്സി വിളിക്കുമ്പോൾ ബാക്കിയുള്ള ടാക്സി സർവീസിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ആ ടാക്സിയുടെ സേവനം കിട്ടുന്നു. പക്ഷെ ഈ ഊബർ ടാക്സി ഡ്രൈവർക്ക് ഊബർ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. അതെന്തിനാ കൊടുക്കുന്നത്? നിങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ടിക്കറ്റ് മറ്റൊരാൾ എടുത്താൽ നമ്മളത് അന്വേഷിക്കില്ലേ? എന്തിനാണ് എൻ്റെ ടിക്കറ്റ് മറ്റൊരാൾ എടുത്തത്? ഞാൻ ഇത് തന്നെ US ചെന്നപ്പോൾ ഒരു ഊബറിന്റെ ടാക്സിയിൽ ഞാൻ സഞ്ചരിക്കുകയാണ്. ഒരു ഫിലിപ്പൈൻസിൽ നിന്ന് വന്ന ഒരു യുവതിയായിരുന്നു അതിന്റെ അന്നത്തെ ഡ്രൈവർ. അപ്പൊ അവരോട് ചോദിച്ചപ്പം ഈ ഊബറിന്റെ നെറ്റ്വർക്കിൽ തുടരണമെങ്കിൽ അവരങ്ങോട്ട് കാശ് കൊടുക്കണം. അപ്പൊ ഇവിടെ ഉള്ള ഒരു ടാക്സി സർവീസിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇവരിപ്പോൾ ഊബറിന്റെ ഡ്രൈവർമാർക്ക് നമ്മുടെ യാത്രയുടെ ഒരു സബ്സിഡി കൊടുക്കുകയാണ്. സർക്കാരല്ല കൊടുക്കുന്നത്, ഈ സ്വകാര്യ സ്ഥാപനം കൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെ ഇവിടുത്തെ ടാക്സി നെറ്റ്വർക്ക് അതിന്റെ സ്റ്റാൻഡുകൾ ഇല്ലാതായി കഴിയുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവർ ചെയ്യുന്നത് എന്താണ്? ഈ ടാക്സി ഡ്രൈവർമാർ ആ നെറ്റ്വർക്കിൽ തുടർന്നാൽ മാത്രമേ അവർക്ക് ടാക്സി സർവീസ് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഊബറിന് അങ്ങോട്ട് പണം കൊടുക്കുകയാണ്. അപ്പൊ ഇതൊരു തരം അട്ടിമറിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ കോർപ്പറേറ്റ് ഫാമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അന്തക വിത്തുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഈ വിത്ത് എന്ന് പറയുന്നത്, വീണ്ടും പുനർജനിക്കുന്ന വിത്തുകൾ കയ്യിലിരിക്കുക എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വാതന്ത്ര്യം കയ്യിലിരിക്കുകയും കൂടിയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4(1) ക്ലോസ് അനുസരിച്ച് അവര് വിത്തുകൾ തരികയാണ്. കീടങ്ങളൊന്നും ബാധിക്കാത്ത വിത്തുകൾ തരികയാണ്.
നല്ല ക്വാളിറ്റി വിത്തുകൾ തരികയാണ്. പക്ഷെ തരുന്നത് അന്തക വിത്തുകളായിരിക്കും. അതിന്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊന്നുമല്ല ഞാനിപ്പോൾ പോകുന്നത്. ഈ വിത്തുകൾ തന്നു, നിങ്ങൾക്ക് 1-ാം വർഷം കർഷകന് കുറച്ച് ഉയർന്ന വില കിട്ടി, 2-ാം വർഷം ഉയർന്ന വില കിട്ടി, 3-ാം വർഷം വില അല്പം കുറഞ്ഞു, പക്ഷെ നാട്ടിലെ മറ്റ് സ്ഥിതി വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയും, 4-ാം വർഷം വിലക്കുറവാണ്. കർഷകൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവന് വിറ്റഴിക്കാൻ മറ്റ് മാർക്കറ്റുകൾ, ഒരു മണ്ടി മാർക്കറ്റും ഒന്നും കാണുന്നുണ്ടാവില്ല. അവനാകെപ്പാടെ കാണുന്നുണ്ടാവുക നാട്ടിലുള്ള വലിയ മാളുകൾ. ആ മാളുകളിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം, ആ സൂപ്പർ മാർക്കറ്റിന്റെ 5, 6, 7 ഇരട്ടി വലിപ്പമുള്ള പാർക്കിംഗ് സ്പേസുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വളരെ സൗകര്യപൂർവ്വം എവിടെ പാർക്ക് ചെയ്യണമെന്നോ റോഡ് സൈഡോ ഒന്നും നോക്കാതെ ഒന്ന് പാർക്ക് ചെയ്ത് വാഹനത്തിൽ കയറി സാധനം വാങ്ങിക്കൊണ്ട് പോകാവുന്ന അത്തരം ആളുകൾ മാത്രമേ ഇവിടെ കാണും. അപ്പൊ ഞാൻ പറയുന്നത്, എത്ര പേര്, കർഷകര് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു സംസ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 4-ാം വർഷം പുറത്തിറങ്ങുന്ന കർഷകൻ ഇത് കൃഷി ചെയ്താൽ അവൻ കുറ്റക്കാരനുമാകും. കാരണം ഈ വിത്തുകളുടെ ബൗദ്ധിക സ്വത്തവകാശം കൈവശം വെച്ചുകൊണ്ട്, അത്തരം നിയമങ്ങൾ കൈവശം വെച്ചുകൊണ്ട് ഈ കമ്പനികൾ അവിടെ നിൽക്കുകയാണ്. ഇത് വിത്തുകളുടെയും സസ്യങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല, മൃഗങ്ങളുടെ കാര്യത്തിലും എല്ലാം ഇത് ബാധകമാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ ഈ കൃഷിക്കാരെ മുഴുവൻ വരുതിയിലാക്കുകയും അവർക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ കാർഷിക വൃത്തി തുടരണം എന്നുണ്ടെങ്കിൽ ഇവര് പറയുന്ന നിലയ്ക്ക് കൃഷി ചെയ്യണമെന്ന് നിർബന്ധിക്കപ്പെടുകയും ചെയ്യാം. ഞാൻ ഈ ആത്മകഥാംശമുള്ള കാര്യങ്ങൾ പറയരുത് ചർച്ചകളിൽ എന്ന് വിചാരിക്കുന്നതാണ്. എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇതുപോലത്തെ റീറ്റെയിൽ ജയന്റ് എന്ന് പറയാവുന്ന സേഫ് വേ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി, ഞാൻ വോൾമാർട്ട്, സേഫ് വേ, ഇതൊക്കെ ഞാൻ ജോലി ചെയ്ത കമ്പനികളുടെ ക്ലയന്റ് ആയിരുന്നു. ഇതിലൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ 6 വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വലിയ ട്രക്കുകളിലാണ് ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ഈ സ്റ്റോറുകളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവിടെ ഈ ഫുഡ് ഐറ്റത്തെ ഇവർ പെറിഷബിൾസ് എന്ന് തന്നെയാണ് വിളിക്കുകയും. ഇവരുടെ ട്രക്ക് ഓടുന്നതിനനുസരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവരുടെ ട്രക്കിന്റെ കാര്യങ്ങൾ കൂടെയാണ്. ഇപ്പോൾ വലിയ കണ്ടെയ്നറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ പടങ്ങളിൽ, അതിൽ ആദ്യം സ്റ്റോക്ക് ചെയ്യേണ്ടത് ഏതാണ് എന്ന്, അത് ഉരുളക്കിഴങ്ങെങ്കിൽ ഉരുളക്കിഴങ്ങ്, സവോള എങ്കിൽ സവോള, അതിനനുസരിച്ച് ആ കർഷകർ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് ഇവർ ചില ഇടനിലക്കാരെ ഏൽപ്പിക്കുകയാണ്. ആ ഇടനിലക്കാരാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇപ്പൊ BJP ഓൾറെഡി ഒരു 1 district 1 crop എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു മേഖലയിൽ നിന്ന് എന്ത് കൃഷി ചെയ്യണം എന്ന് അവർ തീരുമാനിക്കുക, അവരുടെ ട്രക്ക് ഓടുകയും അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ സീഡുകൾ കൊടുക്കുക. ഞങ്ങൾ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്നായിരുന്നു ആ പ്രോജക്റ്റിന്റെ പേര്. അത് കൊണ്ട് കൊടുക്കുക, ഉൽപ്പന്നങ്ങൾ കൊടുക്കുക, ഫെർട്ടിലൈസർ കൊടുക്കുക, എല്ലാം കൊടുക്കും. അവർ പറയുന്നത് കൃഷി ചെയ്യണം, അത് പ്രൊക്യൂർ ചെയ്തോളും. 3 വർഷം 4-ാം വർഷം തുടക്കത്തിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വില കിട്ടും. 4-ാം വർഷമാകുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായി ഈ കാർഷിക വൃത്തി എന്ന് പറയുന്നത് ഇവരുടെ ഒരു റോ മെറ്റീരിയൽ മാത്രമായി മാറും. അതാണ് പ്രധാനമായി വരുന്ന മാറ്റം. ഈ വൈവിധ്യങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ഇപ്പൊ തന്നെ നമ്മളെടുത്ത നമുക്ക് എത്ര ടൈപ്പ് അരിയാണ്, ഏതെല്ലാം രോഗത്തിന് പറ്റുന്ന പ്രത്യേകതരം അരികളുണ്ട്. ഇപ്പോൾ മൂലക്കുരുവിന് പറ്റിയ അരി, ഒരുപാട് തരത്തിലുള്ള അരികൾ നമുക്കിവിടെ അറിയാവുന്നുണ്ട്. അതിന്റെ വൈവിധ്യങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് ഇവരുടെ റോ മെറ്റീരിയലായി ഇത് മാറുക എന്നുള്ളതൊന്ന്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അമേരിക്കയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഈ പറഞ്ഞ പോലെ വലിയ മോൾ, വലിയ പാർക്കിംഗ് സ്പേസ് ഉള്ള സ്ഥലം. ഞാൻ 6 വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉൾപ്പെടെയുള്ള ഈ സ്റ്റോളും ഫെസിലിറ്റിയും ഒക്കെ പടങ്ങളിലല്ലാതെ നേരിട്ട് ഞാൻ കാണുകയാണ്. അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് പഴം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അവിടെ ജീവിക്കുന്ന സഹോദരനോട് ഞാൻ ചോദിച്ചതാണ്, ഇത്ര ദരിദ്രമാണോ ഈ രാജ്യം? നമ്മൾ പറയുന്ന ഈ പച്ചപ്പഴം ഉണ്ടല്ലോ, നമ്മുടെ ഈ റോബസ്റ്റ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പഴം, ഇതല്ലാതെ ഒരു പഴം ഇന്ത്യൻ മാർക്കറ്റുകളിൽ ചിലതിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാളയന്തോടൻ പോലെയുള്ളത് എവിടുന്നോ മെഴുകൊക്കെ പുരട്ടി വന്ന മെഴുക് പോലുള്ള ചില പഴങ്ങൾ നമുക്ക് കിട്ടും എന്നല്ലാതെ. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവിടുത്തെ വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ് അവിടെ വളരെ വളരെ സമർത്ഥമായിട്ടുള്ള കൃഷിയും കാര്യങ്ങളും ഉണ്ട്. ഇത് കിട്ടാത്തത് കൊണ്ടല്ല, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ മാർക്കറ്റിന് ഇത് മതി, ഇതാണ് ലാഭകരമെന്ന് അവർ തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം ഈ സ്റ്റോളുകളിലെല്ലാം ഈ ഒരു ഉൽപ്പന്നം മാത്രമേ കിട്ടൂ. ഞാൻ ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. ഇത് കർഷകരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി. എങ്ങനെയാണ് കോർപ്പറേറ്റ് ഫാമിംഗ് ഉള്ള സ്ഥലങ്ങളിൽ കർഷകർ രൂപാന്തരപ്പെട്ടത് എന്നുള്ളത്, എങ്ങനെയാണ് അവരുടെ തീന്മേശകൾ രൂപാന്തരപ്പെട്ടത്, ഏതൊക്കെ വിഭാഗങ്ങളാണ് പൂർണ്ണമായി മാർജിനലൈസ്ഡ് എന്ന് പോലുമല്ല പുറന്തള്ളപ്പെട്ടത്
എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ ജെയ്സൺ സാഹു പറഞ്ഞ ഒരു കാര്യം, സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചും ഇത് ചേർന്ന് പോകുന്ന ഒരേ പ്രിസ്ക്രിപ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഉദാരവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതി തുറന്നു കൊടുക്കുന്ന സമയത്ത് എന്താണ് ഉദാരവൽക്കരണത്തിന് പറഞ്ഞ ന്യായം? പറഞ്ഞ ന്യായം ഇവിടുത്തെ നിയമവും വ്യവസ്ഥിതിയും എല്ലാം ഗവൺമെന്റുകൾക്കും പൊതുമേഖലയ്ക്കും വേണ്ടി അനുസൃതമായി രൂപപ്പെട്ടതാണെന്നും സ്വകാര്യ മേഖലയ്ക്കും കൂടി കടന്നു വരികയും ഇവിടെ മത്സരിക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായി അവർക്കും കൂടി മത്സരിക്കാവുന്ന തരത്തിൽ തുറന്നു കൊടുത്ത് ഒരു ഉദാരപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ മുഴുവൻ വ്യവസ്ഥതയും ഉദാരവൽക്കരിക്കപ്പെട്ട ശേഷം ഇപ്പോൾ ഈ സർക്കാർ പറയുകയാണ് നോൺ സ്ട്രാറ്റജിക് സെക്ടറുകളിൽ മുഴുവൻ സ്വകാര്യ മേഖല മതി. സ്ട്രാറ്റജിക് എന്ന് ഇവർ പറയുന്ന അത്യാവശ്യമുള്ള മേഖലകളിൽ പൊതുമേഖലയ്ക്ക് വേണമെങ്കിൽ സ്വകാര്യ മേഖലയോട് മത്സരിക്കാം എന്ന് പറഞ്ഞാൽ മുഴുവൻ മേഖലയും സ്വകാര്യവൽക്കരണമാണ്. അതിൽ പൊതുമേഖലയെ ഏതാനും ചില മേഖലയിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഈ ഉദാരവൽക്കരിക്കപ്പെട്ട വ്യവസ്ഥിതിയോ? അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ തിരിച്ച് റെഗുലറൈസ് ചെയ്യണ്ടേ? ഈ സ്വകാര്യ മേഖലയ്ക്ക് ഇത് മുഴുവൻ തുറന്നു കൊടുക്കുമ്പോൾ അന്ന് പറഞ്ഞ ന്യായം അനുസരിച്ചാണെങ്കിൽ ഇതിനെ മുഴുവൻ തിരിച്ച് റെഗുലറൈസ് ചെയ്യണ്ടേ? അപ്പൊ ഈ മുഴുവൻ നിയമങ്ങളും അവർക്ക് അനുസൃതമായി മാറ്റി എഴുതപ്പെട്ട ശേഷമാണ് അവർക്ക് മാത്രമായി കളം തുറന്നു കൊടുക്കുന്നത് എന്നുള്ള ഒരു വലിയ അനീതിയും കൂടി, അവരുടെ തന്നെ ടേംസിലുള്ള അനീതിയും കൂടി ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പോൾ കാർഷിക മേഖലയെ തൊടുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയെ മാത്രമല്ല, എല്ലാവരുടെയും മേഖലയിലായിട്ട് പടർന്നു കിടക്കുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ 2-3 പ്രാവശ്യം അത് പറഞ്ഞെന്ന് എനിക്കറിയാം. 2 ദിവസമായി ബന്ദ് നടക്കുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ വലിയപ്പനോട് അന്ന് ഈ പുറത്തുള്ള ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു വന്ന്, 1 വർഷം മുഴുവൻ എൻ്റെ വീടിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തിയാലും ഞാൻ ജീവിച്ചിരിക്കും, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന്. അത് ഞാൻ എന്നിട്ട് അത് അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കാനുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹർത്താലുകൾ ഇന്ന് 3 മണിയാകുമ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമുക്കൊരു 4 മണിക്കൂറിൽ കൂടുതൽ ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ 4-5 മണിക്കൂർ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ കാർഷിക രംഗം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ചെറുതെങ്കിലുമായ ഒരു ഭാഗമായതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടേതല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെയെങ്കിലും, ഈ ഗ്രാമ സ്വരാജ് ഒന്നും പറഞ്ഞില്ലെങ്കിലും അതുപോലും പൂർണ്ണമായി കോർപ്പറേറ്റുകളുടെ റോ മെറ്റീരിയലാകി മാറുന്ന തരത്തിൽ നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമാണ് ഭാരതീയം എന്നും സ്വദേശി ജാഗരൺ മഞ്ച് എന്നും ഒക്കെയുള്ള വർത്താനം പറയുന്ന ഇവരിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതും നമ്മൾ ഇവരെ എക്സ്പോസ് ചെയ്യാണ്. നേരത്തെ അതാണ് എന്നോട് നിഖിൽ ചോദിച്ചത്. അവരിങ്ങനെ ചില കണക്കുകൾ പറയുന്നത്. എന്ത് കണക്ക്? അടിസ്ഥാനപരമായി തന്നെ കമ്പ്യൂട്ടർ ചിപ്സ് യെസ്, പൊട്ടറ്റോ ചിപ്സ് നോ. ഇതാണ് മുരളി മനോഹർ ജോഷി എക്സ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത്, ഇവരുടെ ഭക്ഷ്യധാന്യത്തിന്റെ കാര്യത്തെക്കുറിച്ച്. അടിസ്ഥാനപരമായി ഇവരെ സ്വയം വിൽക്കുന്നതിനെ കുറിച്ച് അത് തുറന്നു കാണിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഈ 2014 ഇലക്ഷന്റെ സമയത്ത് BJP ഉയർത്തിയ ഒരു വിഷയമാണ് നമ്മുടെ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കുമെന്ന ഒരു വാഗ്ദാനം തന്നിരുന്നു. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളായിരുന്നു. മണ്ടികൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ APMC മാർക്കറ്റുകൾക്ക് സംഭരിക്കാനുള്ള ശേഷി വരുത്തുക, അങ്ങനെ കുറെ നിലനിൽക്കുന്നത് കുറച്ച് പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞു വന്ന BJP ഗവൺമെന്റ് അത് നമ്മളിപ്പോ ചർച്ച ചെയ്തു ഓൾറെഡി, അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത്. ഈ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ അത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുമോ? 2 മിനിറ്റ് കൊണ്ട് സംസാരിക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഞാൻ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു വലിയ ആരാധകനല്ല. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ ഒരു ഒറ്റമൂലിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മണ്ഡി മാർക്കറ്റുകൾ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പര്യാപ്തമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ
ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന എസൻഷ്യൽ കോമോഡിറ്റീസ് ആക്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇപ്പോൾ സർക്കാർ പറയുന്ന പോലത്തെ അഭിപ്രായങ്ങളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് തന്നെ സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായിട്ടുള്ള വാദങ്ങളാണെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കി നമ്മുടെ കാർഷിക രംഗം മെച്ചപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതേസമയം ഇവര് പറഞ്ഞിരുന്ന ഇവരുടെ നിലപാടിലെ പൊള്ളത്തരമാണ്. ഒന്ന്, കോൺഗ്രസ് സർക്കാർ, എന്റെ വിചാരം 2004 2005 മറ്റോ ആണ് അത് വന്നതെന്നാണ്. ജെയ്സൺ സാറിന് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. 10 വർഷക്കാലം UPA സർക്കാർ അധികാരത്തിലിരിക്കുന്നു. ഒരു ദിവസം പോലും അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുന്നില്ല. 2, ഇവരത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുന്നു. ഇവരെന്നിട്ട് കോടതിയിൽ അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ വിചാരിക്കുന്നത് ഈ സർക്കാരുകൾ ഇപ്പൊ കരുതിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ, അതായത് മോഡേണൈസേഷൻ, കുറച്ച് മോഡേണൈസേഷൻ കാർഷിക രംഗത്ത് കടന്നു വരണം. ഞാൻ അതിനെതിരല്ല, അത് വരണം. പക്ഷെ അത് വരുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിനും എങ്ങനെയാണ് സംഘടിതമായി ഇത് ചെയ്യാവുന്നത് എന്നുള്ള ചോദ്യത്തിനും ഈ സർക്കാരുകൾ പറയുന്നത് അത് കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുക, അവർ ഇത് ചെയ്യും എന്നാണ്. അത് ഒരു തരത്തിലും പ്രായോഗികമല്ല എന്നുള്ളത് നമുക്ക് അനുഭവം കൊണ്ടും, നമ്മുടെ അനുഭവം കൊണ്ട് മാത്രമല്ല, മറ്റ് മേഖലകളിലെ നമ്മുടെ അനുഭവം കൊണ്ട് നമുക്കറിയാം. ഇത് കാർഷിക രംഗത്ത് തന്നെയുള്ള മറ്റു രാജ്യങ്ങളുടെ അനുഭവം കൊണ്ട് നമുക്കറിയാം. അപ്പൊ ഞാൻ അതിനെ കാണുന്നത് ഒരു ഉത്പാദക സഹകരണ സംഘം പോലെ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൂട്ടായ്മ, അതിന് യഥാർത്ഥത്തിൽ സർക്കാർ മുൻകൈ എടുക്കേണ്ടതാണ്. സർക്കാർ മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ അതൊരു കോപ്പറേറ്റീവ് സെക്ടർ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ അത് മുൻകൈ എടുത്ത് കർഷകരുടെ തന്നെ ഒരു സംഘടിത രൂപമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് നോക്കണം. അതിനോട് സർക്കാരുകൾക്ക് പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല. 2, ഈ ക്യാഷ് ഫോർ സബ്സിഡി എന്നുള്ളതിനെ നമ്മൾ തീർച്ചയായിട്ടും തള്ളിക്കളയണം. ഞാൻ ഒരു വാചകവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്യാഷ് ഫോർ സബ്സിഡിയെ ഞാൻ കാണുന്നത്, നിങ്ങൾ ഒരാള് നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ മരത്തിൽ നിന്നൊന്ന് വീണു, എനിക്ക് 10,000 രൂപ ആശുപത്രി ചെലവിന് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ഇതിനെക്കുറിച്ച് പറയാം. ഒന്ന്, നിന്റെ ആശുപത്രി ചെലവ് ഞാൻ എടുത്തോളാം എന്ന് പറയാം, അല്ലെങ്കിൽ 10,000 രൂപ തരാം എന്ന് പറയാം. ഈ 10,000 രൂപ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ 10,000 രൂപ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു. ആശുപത്രി ചെലവ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ പിന്നീട് അതിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ ഒരു സേയും കൂടിയുണ്ട്. ഈ സർക്കാരുകൾക്ക് ആദ്യത്തെ പോലെ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞ് ഒഴിയാവുന്ന ഒരു ബന്ധമല്ല ഇവിടുത്തെ പൊതുജനങ്ങളോട്, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട്, അതിലും കൂടുതൽ കർഷകരോട്, കാർഷിക സമൂഹത്തോടുള്ളത്. അതുകൊണ്ട് അവരതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരുകൾക്ക് മാറാൻ കഴിയില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളക്റ്റീവ് തന്നെയാണ്. നമ്മൾക്കൊരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരോട്, കർഷകരോട് ഒരു കാരണവശാലും അങ്ങനെ നിരുത്തരവാദപരമായിട്ട് കുറച്ച് പൈസ തന്നേക്കാം എന്ന് പറഞ്ഞ് മാറാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം കളക്റ്റീവായിട്ട് സമൂഹം തന്നെ ഏറ്റെടുക്കണം. അത് ഉൽപാദക സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ട് നമുക്കൊരു കളക്റ്റീവ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ്. ജെയ്സൺ ജോസഫ് സഹനോടാണ്. അതായത് നമ്മുടെ ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മളേറെ ചർച്ച ചെയ്തതാണ് മൈഗ്രന്റ് ലേബേഴ്സിന്റെ വിഷയം. അത് രാജ്യത്ത് 14 കോടി മൈഗ്രന്റ് ലേബേഴ്സ് ഉണ്ട്. മൈഗ്രന്റ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒരു കാലത്ത് കർഷകരായും അല്ലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടും അല്ലെ കർഷക തൊഴിലാളികളും ഒക്കെ ആയിട്ട് ഗ്രാമങ്ങളിൽ ജീവിച്ച ആളുകളാണ്. അപ്പൊ കാർഷിക മേഖലയിലെ മാറ്റങ്ങളും കാർഷിക മേഖലയുടെ തകർച്ചയും അല്ലെ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്ന കുടിയൊഴിപ്പിക്കലും ഒക്കെയാണ് അവരെ ഗ്രാമങ്ങളിൽ നിന്ന് ജീവിതം അന്വേഷിച്ച് അവർ നഗരങ്ങളിലെ ചേരികളിലേക്കും ഒക്കെ മാറേണ്ടതായി വന്നത്. വലിയ തോതിലുള്ള ചൂഷണം അവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കർഷക മേഖലയിലെ തിരിച്ചടികൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാകുന്ന ചെറിയ ഉദാഹരണമാണ് മൈഗ്രന്റ് ലേബേഴ്സിന്റെ വിഷയം. മുൻപ് സൂചിപ്പിച്ച 4.25 ലക്ഷം കർഷക ആത്മഹത്യകൾ. കാരണം 2016 ശേഷം കണക്കുകളൊന്നും കേന്ദ്ര സർക്കാർ പുറത്തു വിട്ടിട്ടില്ല കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നവംബർ 26-ന് കണ്ട ഇന്ത്യയിൽ നടന്ന പണിമുടക്ക്, അപ്പൊ 25 കോടിയിലേറെ തൊഴിലാളികൾ പങ്കെടുത്ത പണിമുടക്കാണ്. സാധാരണ പണിമുടക്കുകൾക്ക് തൊഴിലാളി സംഘടനകൾ പണിമുടക്കുകയും കർഷക സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലുപരി ഈ വട്ടം കർഷക സംഘടനകളും തൊഴിലാളി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും
വനിതാ സംഘടനകളും യുവജന സംഘടനകളും ഫെഡറേഷനുകളും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് രാജ്യത്ത് നടന്ന വലിയൊരു പണിമുടക്കായിരുന്നു. അപ്പൊ ആ പണിമുടക്കിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ വെച്ച ഡിമാൻഡുകൾ തന്നെ ഉണ്ട്. കാർഷിക മേഖല ഉൾപ്പെടെ ഉള്ള രാജ്യത്തെ ജനങ്ങളുടെ നീറുന്ന വിഷയങ്ങളും ഡിമാൻഡുകളുമാണ് ഉള്ളത്. ഇപ്പൊ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പൊ സമരത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ്. നമുക്കറിയാം, കഴിഞ്ഞ പല മേഖലകളിലെ തൊഴിലാളികൾ, കർഷക തൊഴിലാളികളൊക്കെ സമരത്തിലാണ്. അവരുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലാണ്. അപ്പൊ ഈ നടക്കുന്ന സമരത്തിനോട് നമ്മൾ ഐക്യപ്പെടേണ്ടതിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ഇത് പിന്തുണയ്ക്കേണ്ടതും അത് നമ്മൾ ഇന്ത്യയിലെമ്പാടും എത്തിക്കേണ്ടതിന് ആവശ്യകതയും, അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഈ സമരത്തെ എങ്ങനെ ഉൾക്കൊള്ളണം, അതിന്റെ സന്ദേശം എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് വിശദീകരിക്കണം. ഇവിടെ ഇതിനോടകം ജോസഫ് സി മാത്യു സാറ് വിശദമായി തന്നെ ഈ വിഷയങ്ങൾ പ്രതിപാദിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നയത്തിന്റെ അപകടം എന്ത് എന്ന് സാറ് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ നയത്തിനെതിരെയുള്ള സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വർദ്ധിക്കുകയാണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ ചർച്ച ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഇന്നത്തെ കർഷക സമരത്തിന് ആധാരമായി വന്നിട്ടുള്ള വിഷയങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അത് രാജ്യത്തിന്റെ ഭക്ഷ്യവസ്തുക്കളെയും കൃഷിയെയും കോർപ്പറേറ്റുകളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ്. മറ്റെല്ലാ രംഗത്ത് കൊണ്ടുവന്ന നിയമങ്ങളുടെയും അതേ ജനുസിൽപ്പെടുന്ന മറ്റൊരു നിയമമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് നിലനിൽക്കാനാവുള്ളൂ. ജനങ്ങളുടെ അന്നം മുട്ടുന്ന, ജനങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ വില കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന, അവർ തീരുമാനിക്കുന്ന വില നൽകാനാവില്ലെങ്കിൽ അന്നമേ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. സാർ സൂചിപ്പിച്ച വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ തീന്മേശയിലെ വിഭവങ്ങൾ എന്തായിരിക്കണമെന്നത് അടക്കം തീരുമാനിക്കുന്ന പ്രശ്നങ്ങളിലേക്കാണ് പോവുക. അപ്പോ ഈ സമരത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ നിയമത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്ര വ്യാഖ്യാനം നടത്തിയാലും ഈ രാജ്യത്തെ നിസ്സഹായരായ, നിരാലംബരായ കർഷക ജനസാമാന്യം കോർപ്പറേറ്റുകളോട് ഏറ്റുമുട്ടി വിലപേശൽ നടത്തി എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാനാവും? ആർക്കും മുന്നോട്ട് പോകാനാവും? പ്രത്യേകിച്ചും ഭരണകൂട സംവിധാനങ്ങൾ ഒന്നാകെ. എന്തിനു ഭരണകൂട സംവിധാനങ്ങൾ? വടക്കേന്ത്യയിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ വടക്കേന്ത്യയിൽ BJP-യുടെ ഭരണത്തിന് ഓശാന പാടുന്ന മാധ്യമങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന്റെ പുറയിൽ ഖാലിസ്ഥാൻവാദികളാണ്. ഒരു തെളിവുമില്ലാതെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവുമില്ലാതെ. അപ്പൊ ഈ സാഹചര്യത്തിൽ ഭരണകൂടവും മാധ്യമങ്ങളും എല്ലാം കർഷകന്റെ താല്പര്യത്തിന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കർഷകൻ മുന്നോട്ട് പോവുക? എതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നാട്ടിലെ കോടതികൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിധി എഴുതുന്ന വിധത്തിലേക്ക് തുറന്നടിച്ച് പോയിട്ടില്ലേ? തുറന്ന നിലപാടുമായി പോയിട്ടില്ലേ? ആർക്കാണത് അറിഞ്ഞുകൂടാത്തത്? ലോക്ക്ഡൌൺ പീരീഡിൽ തൊഴിലാളികൾക്ക് വേതനം നഷ്ടപ്പെടാൻ ഇടയാക്കരുത് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് മരവിപ്പിച്ചത് സുപ്രീം കോടതിയാണ്. അപ്പൊ ആരുടെ ഭാഗത്താണ്? ആ ഉത്തരവിനെതിരെ ഫിക്കി ഒരു കേസ് കൊടുത്തപ്പോൾ ആ കേസ് പരിഗണിച്ചുകൊണ്ട് ആ ഉത്തരവ് റദ്ദാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ആളുകളുടെ സംഘടന കൊടുത്ത കേസിനെ പരിഗണിച്ചുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേതനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് സുപ്രീം കോടതിയാണ്. ആരുടെ പക്ഷത്താണ് അപ്പോൾ ഈ ഭരണകൂട സംവിധാനങ്ങൾ? കോർപ്പറേറ്റുകൾക്കെതിരെ വിരലനക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്? ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഏതാനും ഉദ്യോഗസ്ഥരുടെ മുൻകൈയിൽ 50ഓളം പേര് ഒപ്പിട്ട ഒരു ലെറ്റർ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചു. ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് അവര്
ഈ ലോക്ക്ഡൌൺ വഴി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അത് ഗവൺമെന്റ് ക്ഷണിച്ചിട്ടാണ്. ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ നിർദ്ദേശമുള്ളവർ സമർപ്പിക്കണം എന്ന്. അങ്ങനെ 50ഓളം IRS ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ഒരു ലെറ്റർ കൊടുത്തു, ഒരു ശുപാർശ കൊടുത്തു, ഒരു സജഷൻ കൊടുത്തു കേന്ദ്ര ഗവൺമെന്റിന്. ധനികരുടെ ആസ്തിയിൽ 10% നികുതി ചുമത്തണം എന്നതായിരുന്നു. അങ്ങനെ 3-4 സജഷൻസ് കൊടുത്തു. എല്ലാം ധനിക ശക്തികളുടെ മേൽ നികുതി ചുമത്തുന്ന സ്വഭാവത്തിലുള്ള നിർദ്ദേശങ്ങളായിരുന്നു അവ. ആ നിർദ്ദേശങ്ങൾ കൊടുത്തു എന്നതിന്റെ പേരിൽ ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഏറ്റവും മുതിർന്ന 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഗവൺമെന്റ്. ധനികരിൽ നിന്ന് നികുതി ഈടാക്കണമെന്നൊരു ശുപാർശ സമർപ്പിച്ചാൽ സസ്പെൻഡഡ് ആവുന്നതാണ് സാഹചര്യം. ഗവൺമെന്റ് വിശദീകരിച്ചത് ഈ ശുപാർശ അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നാണ്. അവരാരും സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല. അതെങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നുള്ളത് ഇതിന്റെ പിന്നാമ്പുറ കളികളുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് ഇതാണ് സാഹചര്യം. തൊഴിലാളികൾക്ക് അനുകൂലമായി ഒരു ഉത്തരവ് വന്നാൽ അത് റദ്ദാക്കുന്ന സുപ്രീം കോടതിയുള്ള നാട്ടിൽ മുതലാളിമാർക്കെതിരെ ഒരു ശുപാർശ കൊടുത്താൽ ശുപാർശ കൊടുത്തവർ പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം. സാധാരണക്കാരല്ല, ഇന്ത്യൻ റവന്യൂ സർവീസിലെ വളരെ സീനിയർ ഓഫീസേഴ്സ് സസ്പെൻഡഡ് ആവുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട കർഷകൻ കോർപ്പറേറ്റുകളോട് എവിടെയാണ് മത്സരിക്കുക? വളരെ മെച്ചപ്പെട്ട വില ഉറപ്പിക്കാൻ അവനെങ്ങനെയാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളോട് വിലപേശുക? ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റുകളുടെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ കർഷകർ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഇനിയും നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തിലേക്ക് പോകും. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകും. അത്രയും വിപത്കരമായ ഒന്നാണ്. അതുകൊണ്ട് ഈ സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. UP-യിലെ വൈദ്യുതി തൊഴിലാളികളുടെ മുമ്പിൽ യോഗി ഭരണം മുട്ടുകുത്തി. അപരാജിതം എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് യോഗിയുടെ ഭരണത്തെക്കുറിച്ച്. പരാജയപ്പെടുത്താനാവാത്തത് ആ യോഗിയുടെ ഭരണത്തെ UP-യിലെ വൈദ്യുതി തൊഴിലാളികൾ മുട്ടുകുത്തിച്ച് ഒരൊറ്റ ദിവസത്തെ പണിമുടക്കുണ്ട്. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കേണ്ടി വന്നു അർദ്ധരാത്രിയിൽ ചർച്ച, എന്നിട്ട് ഒത്തീർപ്പുണ്ടാക്കേണ്ടി വന്നു. സ്വകാര്യവൽക്കരണ പരിപാടികൾ പൂട്ടിക്കെട്ടേണ്ടി വന്നു ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മൾ. മോദി ഗവൺമെന്റിനെ ഈ നയങ്ങളുടെ കാര്യത്തിൽ മുട്ടുകുത്തിച്ചാൽ തീർച്ചയായും ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ജനങ്ങളുടെ പക്ഷത്തുനിന്ന് പൊരുതാനുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് ആണിത്. അതുകൊണ്ട് ഇത് ഒരു സാധാരണ പ്രക്ഷോഭമല്ല. ജോസഫ് സി മാത്യു സാർ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ജീവിതവും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ്. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഇതിന്റെ സന്ദേശം വൻപിച്ചതാണ്. ഈ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ സമരം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും പൊരുതാനുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്കിടയിൽ വൻതോതിൽ സൃഷ്ടിക്കുന്ന ഒരു സമരമാണ്. അത് തീർച്ചയായും ഈ ഫാസിസ്റ്റ് നയ നടപടികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്ന മോദി ഗവൺമെന്റിന്റെ മേൽ ജനാധിപത്യ ശക്തികളുടെ, ജനാധിപത്യ അവകാശം പ്രയോഗിക്കുന്ന ജനതയുടെ ഒരു വിജയമായി അത് മാറും. അതുകൊണ്ട് ഈ മൂവ്മെന്റിന്റെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഈ മൂവ്മെന്റിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം എന്ന നിലയിൽ ഇതിനെ കാണണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നയങ്ങളെ, ഈ നിയമങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഉള്ളുകള്ളികൾ കൂടുതൽ പഠിച്ചുകൊണ്ട് ജോസഫ് സി മാത്യു സാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, തീർച്ചയായിട്ടും സാർ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരു ലേഖന രൂപത്തിൽ സാർ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന് കൂടി എനിക്ക് അഭ്യർത്ഥനയുണ്ട്. കാരണം ആ സ്വഭാവത്തിലുള്ള ഡിസ്കഷൻ വളരെ കുറച്ചേ വരുന്നുള്ളൂ. കർഷക സംഘടനകളുടേതായ ഒരു ആംഗിളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെ. ഈ മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെ. പക്ഷെ വൻപിച്ച തോതിൽ ബഹുജനങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കണം. അതിന്റെ ആവശ്യകത എന്താണ്? വലിയ തോതിൽ ജനങ്ങളുടെ ഒരു സമരമാക്കി മാറ്റണം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം APMC ആക്ട് ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ഈ നിയമത്തിനെതിരായ ഒരു സമരത്തോടൊരു വൈകാരിക പ്രതികരണം സ്വാഭാവികമായി കർഷകർക്കിടയിൽ നിന്ന് വരില്ല. പക്ഷെ ഈ സംസ്ഥാനത്തെ 3 കോടി ജനങ്ങളും ഈ സമരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, സാറ് സൂചിപ്പിച്ച തരത്തിലുള്ള ഇതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് മൂവ്മെന്റിന് ഗതി ശക്തി പകരും. അതിന് വിജയത്തിനുള്ള വഴി കൂടുതലൊരു ഇന്ധനം പകരുന്ന ഒന്നായിട്ട് മാറും. അതുകൊണ്ട് ആ നിലയിലുള്ളൊരു പ്രയത്നം കൂടി സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ AIDSOയുടെ സംസ്ഥാന നേതൃത്വത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നമ്മുടെ സമയം അവസാനിക്കാറായി. അപ്പം ഇതിനു മുമ്പ് ഈ കർഷക നിയമ ഭേദഗതിയെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇവിടെ മുമ്പ് സംസാരിച്ച പ്രസംഗികർ സൂചിപ്പിച്ചു. അപ്പം നമ്മൾ ഇതിനെതിരെ രാജ്യമെമ്പാടും എല്ലാ ജനങ്ങളും ഇത് ഒറ്റക്കെട്ടായി ഇതിൽ മുന്നോട്ട് വരേണ്ട സമയമാണ്. കാരണം ഇത് കർഷകരെ അല്ല അവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ആ മേഖല ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, പ്രത്യാഘാതങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അപകടപ്പെടുത്തുന്നതും എല്ലാവരെയും ബാധിക്കുന്നതുമായ വിഷയമാണ്. അപ്പം അതറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും മുന്നോട്ട് വരികയും ഇതിന് ആവശ്യമായ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ADSOയുടെ അഭ്യർത്ഥന പ്രകാരം ഈ ചർച്ചയിൽ പങ്കെടുത്ത ജോസഫ് C. മാത്യു സാറിനും ജെയ്സൺ ജോസഫ് സഖാവിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ.